മുത്തുകൂടെയും ചൂടി ഇരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? നല്ല സുഖമുണ്ട്. വാതിലിന്റെ ഇടയിൽ വിരല് പെട്ട നല്ല സുഖ. കിക്കിലെടുത്ത് വെറുതെ ഇരിക്കുമ്പോ വാതിലിന്റെ ഇടയിൽ വിരൽ വെച്ചിട്ട് വലിച്ചടക്ക്. സുഖമുണ്ടോ? വിരലല്ല, നിന്റെ നാക്കായിരുന്നു പെടേണ്ടിയിരുന്നത്. എന്തായത്? കട്ട്ലേറ്റ്. സ്പൂണില്ലേ? ഇല്ല, ഞാൻ ചവച്ചിട്ടേ നിന്റെ വായ്ക്കകത്ത് വെച്ച് തരാം. അയ്യേ, ഹോർലിക്സ് ഇല്ലേ? ചവിട്ടി കുഴച്ചോണ്ടിരിക്കുക, എടുത്തോണ്ട് വരാം. ഹോർലിക്സ് ചവിട്ടി കുഴക്കേ? ആ, എന്നെ ആക്കിയതാ. പതുക്കെ പതുക്കെ. കാൽച്ചുവട്ടിൽ മണ്ണില്ലല്ലോടാ. പുല്ല് മതിയാ? മുടിയാതെന്നാ മുടിയെടുക്ക. എപ്പടി എടുക്കൂടാ? അടുത്ത് നിന്ന് സന്ദേഹം വരുമേ. ஐடியா அந்த மரத்தை பாத்தியா? ആ മരോടത്ത് അവന്റെ തലക്കെട്ടടിക്ക. அந்த மரத்து மேலே ஏறியா அவனுக்கு பின்னாடி எத்திடும். അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. വാ. என் காட்டு தேவியே, നീ കേറക്കൂടാത്. നീ പോയല്ല മണ്ടത്തരം കാണിക്ക. എന്നെ പോലെയാണോ? ഈ അടയ്ക്കാൻ വരാൻ തേക്കാണെന്നാ തോന്നണ. നീ കയറിക്കോ. நீ ஏறு. ഇല്ല, നീ കയറിക്കോ. நீ ஏறு. ഉനക്ക് തന്നെ മരത്തിലേറി പഴക്കം. எனக்கு புத்தி இல்ல. நீ புத்தி வச்சு ஏறு. ஏறு. ஐடியா. ஆசானே, இந்த தலப்பு காலிலே போட்டா உங்களுக்கு ஈஸியா ஏறலாம். ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇരിക്കട്ടെ, ഒരു സേഫ്റ്റിക്ക്. ശരി, ஏறு ஏறு, தைரியமா ஏறு. മായാണ്ടി, നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ ആരാടാ? കട്ട്ലറ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അല്ല, വലിയ കുക്കാണെന്ന് കേട്ടു. എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായോ എന്നറിയാൻ ചോദിച്ചതാ. ഞാൻ ആദ്യമായിട്ടല്ല കട്ട്ലേറ്റ് തിന്നണേ. പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കും. ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് കട്ട്ലേറ്റിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കുക. നാക്കത്ത് ഇങ്ങനെ ഒന്ന് തൊട്ടാ മതി, ഏത് കട്ട്ലേറ്റ് എന്ന് സോമം പറയും. അപ്പൊ ഇതിനു മുമ്പ് പൂച്ച കട്ട്ലറ്റ് തിന്നിട്ടുണ്ടോ? ആ, ഞാൻ ആ പൂച്ചയെ തട്ടി കട്ട്ലറ്റ് ആക്കി പ്ലേറ്റിലാക്കി. താനിപ്പോ അത് വയറ്റിലുമാക്കി. കർത്താവേ, അതിന്റെ വായിന്ന് പോയതാണോ? அப்பா, குண்டியெல்லாம் போச்சு. ഉറങ്ങാണോ? അല്ല, കുളിക്കുക. എന്താ വരണ? ഇനി എന്താ? അത്താഴം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. വേണ്ട. ബുൾസൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ആണോ? ആനമൊട്ട ബുൾസൈയാണോ? സോറി, പട്ടിയെയും പൂച്ചയും ഒക്കെ തിന്നൂന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ. നിർത്തി, ഇന്നത്തോടെ കംപ്ലീറ്റ് നിർത്തി. നിന്റെ തല മണ്ണി കുത്താതെ ഇവിടുന്ന് ഞാൻ ഇനി നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന പ്രശ്നമില്ല. സത്യായിട്ടും? സത്യം. നിന്നെ പണ്ടാരടക്കിയ നിന്റെ അപ്പനാണ് സത്യം. അയ്യോ, പുള്ളില് പൂച്ച. ഇതേ പൂച്ച? താൻ തിന്ന പൂച്ച. എടി, നീനെ പറ്റിക്കായിരുന്നല്ലേ. നിന്നെ ഞാൻ ഇല്ല, ഇത് വെച്ചെറിഞ്ഞ നീ വിചാരിക്കും പ്രേമമാണെന്ന്.
കർത്താവേ ഇത് മിസ്സാക്കല്ലേ. മിസ്സായോ? അയ്യോ ഞാൻ എന്തിനാ ഇവിടെ വന്നത്? ഹൈ, സോഫി മോൾ ലീവ് കഴിഞ്ഞപ്പോ വന്നു. ഞാൻ കാപ്പി എടുക്കട്ടെ. ആ ദേ രണ്ടുപേരെ ഊണ് കഴിക്കാൻ കൊച്ചമ്മമാര് വിളിക്കുന്നു. അല്ല പിന്നെ அப்பா அப்பா അയ്യപ്പാ. என்னடா அது அந்த மாதிரி சோங் இருக்கு இல்லையா? ஐயோ யாருடா മൈണ്ടി അവൻ നിക്കണ ഇടം കറക്റ്റാ പാത്തുക്കണം. അന്നത്തെ മാതിരി കുളമാക്കരുത്. അന്നൊക്കെ നീങ്ക താനേ കൊളപ്പാക്കിയത്. വേണ്ടേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ബാക്കിയുള്ളവന്റെ കിഡ്നിയാ കലങ്ങിയത്. നീ അന്ന് കയറെടുത്ത് കാലിട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചതാ പടുപാ. அப்ப என்னோட காரியம் எனக்கு உட்கார முடியாது, சைக்கிள் ஓட்ட முடியாது, இதுக்கு முடியாது, இதுக்கு முடியாது, இதுக்கு. அப்ப சமாசமம். இப்ப எனக்கு கிட்னி போச்சு, உனக்கு குண்டி போச்சு. போச்சன்னா ஒண்ணுமே இல்ல. பாக்கணுமா? ஒண்ணுமே இல்ல. என்னடா இது? இப்ப உன்னை பார்த்தா கதகளி நடன்மார அடிச்சுட்டே போயிடும். அது கூடி போனா இதுக்கு ஒண்ணுமே இல்ல சார். പാവയ്ക്കയുടെ സൈസും ക്വാളിറ്റിയും നോക്കി മോഷ്ടിക്കുന്ന ഇവൾ എവിടെ നിന്ന് കള്ളിയായിരിക്കും? ഇവളിന്ന് ആരടി നീ? നീയോ? കള്ളി, നിനക്ക് കിട്ടുന്ന ശമ്പളം പോരാഞ്ഞിട്ട് നീ ഇവിടുത്തെ പാവയ്ക്കൂടെ കട്ടുവെക്കലടി പെരുങ്കള്ളി. ഞാൻ കട്ടൊന്നല്ല, ഇത് ബംഗ്ലാവിലേക്കാ. അമ്മച്ചിമാർക്ക് പാവയ്ക്ക ജ്യൂസ് കുടിക്കട്ടെ. നിന്റെ പുറം പള്ളിപ്പുറമല്ല, നിന്റെ പുറത്തെ പള്ളി പണി കൂടി. ഇനി എന്റെ അനുവാദം തോട്ടത്തിൽ കയറിയാ ഏത് തോട്ടോ ഞാൻ കേറും. എന്റെ പാവയ്ക്ക, എന്റെ പാവയ്ക്ക പിടിച്ചാണോട് കളിക്കുന്നത്. എന്റെ പാവയ്ക്ക കളിക്കരുത്. கொஞ்சம் நேரம் ஞான பாக்க கிளைமேக்ஸ் ஆச்சா? இல்லல்ல, பாரு ആക്രമണം കാണിക്കരുത്. വിറയാറുതാ. ഇത് ഞാൻ അമ്മച്ചിമാരോട് പറയണ ദുഷ്ട. മാതാവേ, എല്ലാം കഴിഞ്ഞെന്നാ തോന്നണത്. கொஞ்சம் பேலன்ஸ் இருக்கு ஆசானே. മണ്ണ് കിടച്ചാച്ചി. വേണ്ടടാ, മണ്ണും മുടിയൊന്നും വേണ്ട. ഇവനെ പൊളിച്ചടക്കാൻ ഇതിലും വലിയ കൂടോത്രം എന്റെ കയ്യിലുണ്ട്. ഇവനെ ശരിയാക്കണ്ട്. പിടിച്ചു, കയ്യോടെ പിടിച്ചു. എന്നാ പിടിച്ചെന്നാ? നമ്മുടെ പാവയ്ക്ക തോട്ടത്തിലെ. എന്നതാ? തോട്ടത്തിൽ നിന്ന് പന്നിയെ പിടിച്ചോ? ആ പന്നിയല്ല, ഇതൊരു അറാം പറഞ്ഞ പന്നി. പെണ്ണിനെ പിടിക്കാൻ വന്ന പന്നി. പെണ്ണിനെ പിടിക്കാനോ? എന്നതായി പറയുന്നേ? കാര്യം തെളിച്ചു പറയടോ. പറയാം. താഴത്തും തലയിലും വെക്കാതെ രണ്ടാളും കൂടി എഴുന്നള്ളിച്ചൊരു പുണ്യാളച്ചനെ രൂപ കൂട്ടി വെച്ചിട്ടില്ലേ, ആ പീഡന പുണ്യാളനെ കയ്യും കളവുമായി കയ്യോടെ പിടിച്ചു. രണ്ടാളും കൂടി ഇങ്ങനെ തുന്നിക്കൊണ്ടിരുന്നോ അവിടെ പാവയ്ക്കത്തോട്ടത്തില്. അവര് രണ്ടുപേരും കൂടി ആദമവൻ കളിക്ക. വിലക്കപ്പെട്ട പാവയ്ക്കാൻ പൊട്ടിച്ചാവോ. ഉടനെ അവനെ ആനാമ്പള്ളം തെളിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ഒരു തൊട്ടിലും കെട്ടി രണ്ടാളും കൂടി ഇരുന്ന് താമര കണ്ണൂറ എന്ന് പറഞ്ഞിട്ട് വരും. ഓ, എനിക്കൊന്നും മനസ്സിലാവുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? പുന്നാര സോമൻ ആ സോഫി പെണ്ണും കൂടി പാവയ്ക്കത്തോട്ടത്തില്. അല്ല, ഞാനിതെങ്ങനെ പറയും? കൊല്ലം കുറെ ആയല്ലോ മാത്തൂട്ടി ഇങ്ങനെ തോട്ടം നിറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇന്നേ വരെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? അതെന്താ? എല്ലാവരും എന്നെ കാണുമ്പോ തിരിഞ്ഞേക്കും. എന്നതാ നീ പറഞ്ഞു വരുന്നേ? വിശ്വാസമായില്ലെങ്കിൽ കണ്ണിലേക്ക് നോക്കേ. പാവയ്ക്കത്തോട്ടം കണ്ട രണ്ട് പാവയ്ക്ക തൂങ്ങിക്കിടക്കണണ്ട. അത് പാവയ്ക്കല്ലടോ, ഞങ്ങള് രണ്ടാളുവാ.
നിങ്ങൾ എപ്പോഴാ കർത്താവ് ഈ കണ്ണിലേക്ക് കയറിയത്? നിക്ക് വാ ഇവിടെ. നീയും അവനും തമ്മില് എന്നായിരുന്നു തോട്ടത്തില്? എവിടെ മിസ്റ്റർ ആദം സോളമൻ? ഞാനിവിടെ ഉണ്ട്. തോട്ടത്തില് പച്ചക്കറി ആക്കാൻ ആരോ കേറിയതാണെന്ന് സംശയിച്ച് ഞാൻ ചെന്ന് നോക്കിയപ്പോ. വേണ്ട 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 വേണ്ട, കള്ളത്തരൊന്നും പറയണ്ട. ആ അവന്റെ കവളത്ത് കണ്ട, അവളുടെ ചുണ്ടത്തേക്കണ പെരി. അയ്യോ, ഇത് പാവയ്ക്കടെ. ആ പാവക്കത്തോട്ടത്തിൽ കണ്ട് 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 കണ്ട്. കീരിയും പാമ്പും ആയിരുന്നല്ലോ രണ്ടാളും. ഓ, ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കായിരുന്നല്ലയോ? അമ്മ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ പോത്തൂട്ടി മാത്തൂട്ടി പറയുന്നൊന്നും കേക്കല്ലേ? ഒന്നും പറയണ്ട. ദേണ്ടേ, 2 പേർക്കും അങ്ങ് ഇഷ്ടമാണെങ്കിൽ അത് ഞങ്ങൾ നടത്തി തരും. മനസ്സിലായോ? അമ്മേ, ഏ ഗ്യാസിന്റെ അവിടെ. അമ്മേ, ഞാനും ഈ കുട്ടിയും തമ്മിൽ ഉരുളണ്ട ഉരുളണ്ട. ഇനി വല്ല കുറുമ്പും കാണിച്ചാലേ 2 എണ്ണത്തിന് നല്ല പെട കിട്ടും. സത്യത്തിൽ എന്താ ഉണ്ടായെന്നറിയോ? വിശദീകരണം ഒന്നും വേണ്ട. പൊയ്ക്കോ പൊയ്ക്കോ, 2 പേരും പൊയ്ക്കോ. അല്ല അന്ന കൊച്ചമ്മ മണ്ടനും പൊയ്ക്കോ. പോയി. പോയ കാര്യം എന്നാച്ചി ആസാനെ കുണ്ടി പോയാച്ചി. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിട്ടില്ല ഒരു നല്ല കാര്യത്തിൽ പോകുമ്പോഴെങ്കിലും ജഡ്ഡി ഇടണമെന്ന്. എനിക്ക് ചിന്ന വയസ്സിലിരുന്ന് ജെട്ടി അലർച്ചി. ചോളവും പ്രശ്നം എന്നാച്ചി ആസാനെ? മണ്ണും മുടിയും മാത്രമല്ല, അവന്റെ കുടലും പണ്ട് കൊടുത്താൽ പോലും അവനൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ആ കിളവി തള്ളമാര് അവന്റെ ആ പെണ്ണിന്റെ കൂടി 16 അടിയന്തരം നടത്താൻ പോയാണ്. അപ്പടിയാ? ആ. സാപ്പാട് കിടക്കുവാ. അയ്യോ, ചാപ്പാട് മാത്രം നിനക്ക് അലർജി ഇല്ല അല്ലേ? അറിവ് കെട്ട മുണ്ടം. എനിക്ക് പോയില്ല ആസാനെ. മാത്തുക്കുട്ടി പറഞ്ഞതില് വല്ല നേരും ഉണ്ടെന്ന് അന്നച്ചിക്ക് തോന്നുന്നുണ്ടോ? ഏയ്, സോമൻ അങ്ങനൊന്നും ചെയ്യേല. പിന്നെ എന്നാത്തിനാ ഇത്രയ്ക്ക് അങ്ങ് ചൂടായത്? അവര് തമ്മിൽ നല്ല ചേർച്ചയാ അല്ലയോടി? ആ, അപ്പോ മനസ്സിലേതാണ്ട് കരുതിയേച്ചാ അല്ലയോ? ഇത് വായിക്കരുത് കേട്ടോ. അന്ന ടീച്ചർ നിധി പോലെ സൂക്ഷിക്കുന്ന സാധനം ആരും നടക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. തന്നോടാ പറഞ്ഞത്. തനിക്കിത് ചെവി കേട്ടൂടെ? കൊറേ നേരമല്ലോ തുടങ്ങിയിട്ട്. എന്ത് കാണാനാ? ഈ വേഷത്തിൽ കാണാൻ നല്ല ഭംഗിയാ. ഓഹോ, അപ്പൊ പെണ്ണുങ്ങളുടെ ഭംഗി കാണാൻ ഇറങ്ങിയതാണല്ലേ? അങ്ങനെ എല്ലാവരുടെ ഇല്ല. പിന്നെ അപ്പോ അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, സോഫിക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ? എനിക്ക് എല്ലാവരും ഇഷ്ടാ. ആ. ടീച്ചർമാരെ, ഓ. മാത്തുക്കുട്ടിയെ, ഓ. കിക്കിലി ചേർത്തിയെ, ആ. പിന്നെ ഞെ, ഞെ. ഈ പുഴയെ, ഏ? ഇവിടുത്തെ തണുത്ത കാറ്റിനെ. അതല്ല, ബംഗ്ലാവിലെ സോഫിക്ക് ഏറ്റവും ഇഷ്ടമുള്ള. ഓ, അതോ? പറയട്ടെ. പറയെന്റെ മോളെ. എന്ത്? പറയ് എന്റെ മോളെ എന്നാ. എന്റെ ചാർലിയോടാ. ചാർലിയോ? അതാരാ? എന്റെ പൂച്ച. അയ്യേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്നാ പറ, ഞാൻ പിന്നെ ആരെയാ ഇഷ്ടപ്പെടേണ്ടത്? അത് പിന്നെ സത്യം പറഞ്ഞ ടീച്ചർമാരെന്ന് പറഞ്ഞപ്പോ മുതല് തുടങ്ങിയതാ മനസ്സിനകത്തൊരു. അയ്യടാ, ദേ ടീച്ചർമാര് പറയുന്ന കേട്ട് എന്റെ അടുത്ത് വെളച്ചിലും കൊണ്ട് വന്നാലുണ്ടല്ലോ. സോഫി വേണ്ട, എന്തിനേ ജാട? എനിക്കറിയാം. എന്ത്? സോഫി, ബി സീരിയസ്.
ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായി. അതിന് ഇത്രയും വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട കാര്യമുണ്ടോ സാറേ? അത് പിന്നെ എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഓക്കെ വളക്കാതെ ചോദിക്കാം. സോഫിക്ക് എന്നോട് സോറി. സോഫി തമാശകളാ? തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. വേറെ ആരെങ്കിലും? അതുകൊണ്ടല്ല, എനിക്കെന്റെ ലൈഫിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അത് വേണം. ലക്ഷ്യങ്ങളൊക്കെ എനിക്കുണ്ട്. അത് കഴിഞ്ഞിട്ട്. അതെ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരെങ്കിലും ഇഷ്ടപ്പെടണോ, കുടുംബമായിട്ട് ജീവിക്കണോ, അതോ മൂക്കി പഞ്ഞിയും കയ്യെ കുരിശും വെച്ച് പെട്ടി തന്നെ കിടന്നുറങ്ങണോ തീരുമാനിക്കാൻ. അയ്യേ, ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്ക. സോറി, ഞാൻ അന്നത്തെ ദേഷ്യത്തിൽ സോമകുഞ്ഞേ, ചേച്ചി വന്നിട്ടുണ്ട്, വേഗം വാ. ആട്ടെ, സോമന്റെയും സോഫിയുടെയും കാര്യത്തിൽ ട്രീസയുടെ അഭിപ്രായം എന്താ? അതിപ്പോ ഞാൻ എങ്ങനെയാ? പിടികൊടുക്കാതെ ഒളിച്ചു നടക്കുകയാണല്ലേ? സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ചേച്ചി ഒന്നും വന്നേ. ഓടിക്കതച്ച് വന്നതല്ലേ, വിവരങ്ങൾ അറിയാൻ തിരക്കുണ്ടാവും. ചെല്ലേ. അച്ഛോ, അച്ഛനൊന്ന് അവളോട് പേഴ്സണലായി ചോദിക്കേ. ഞങ്ങളുടെ പ്രസൻസിൽ അവക്ക് ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സത്യം പറഞ്ഞ ഇത്രയും ദിവസം എല്ലാം മറന്നിരിക്കായിരുന്നു ഞാൻ. ചേച്ചി എത്തിന്ന് കേട്ടപ്പോ നെഞ്ചിലെടുത്തി വീണ പോലെ തോന്നിയത്. സോമ, ഇനി ഒളിച്ചെന്നിട്ട് കാര്യമില്ലെന്നാ വക്കീല് പറഞ്ഞത്. കുറെ പേരൊക്കെ കോടതിയിൽ സറണ്ടർ ആയിട്ടുണ്ട്. ഇപ്പൊ സാഹചര്യം വെച്ച് നോക്കുമ്പോ ഒന്നാം പ്രതി നീയാവും. സോളമ, എന്താടാ ചോദിച്ചു? നാടകങ്ങൾ ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. പുറത്ത് അവന്മാർ കരുതിക്കൂട്ടിയെ നിൽക്കണേ. രാഷ്ട്രീയത്തിനെതിരായിട്ട് നാടകം കളിച്ച ക്യാമ്പസ് കുരുതിക്കളാക്കുന്ന പറയണേ. പിന്നെ ഒന്ന് പോമരടാ, പാടാ. സോളമ, ഞാൻ പറയണത് മാറിക്കട. ഈ സഹപാഠികളെ, ഗുരുക്കന്മാരെ, ഞങ്ങളുടെ ഈ നാടകം ഒരിക്കലും രാഷ്ട്രീയത്തിനെതിരല്ല. പക്ഷെ സ്വന്തം മക്കളെ സംസ്ഥാനത്തിനകത്തും പുറത്തും സമരരഹിതമായ സുരക്ഷാ സങ്കേതങ്ങളിലാക്കി പഠിപ്പിക്കുകയും അതേസമയം അപക്വമായ യുവത്വങ്ങളെ തെരഞ്ഞുപിടിച്ച് അവരുടെ കൈകളിലേക്ക് വടിവാളും ബോംബും കുറുവടിയും കൊടുത്ത് അവരെ കൊണ്ട് മുട്ടിന് കോഴിപ്പോര് നടത്തിച്ച് ചത്ത കോഴികളെ കൊണ്ട് ഉപജീവനം നടത്തുന്ന രാഷ്ട്രീയ കോമരങ്ങളുടെ കുരുതി രാഷ്ട്രീയത്തിനെതിരെയാണ് ഈ കലാരൂപം. ചതിക്കുഴിയിൽ വീണ അകാലത്തിൽ പൊലിഞ്ഞുപോയ നമ്മുടെ ആത്മസുഹൃത്തുക്കളുടെ കല്ലറകളിൽ നിന്ന് ഉൾക്കൊണ്ട തിരിച്ചറിവോടെ അവരുടെ മാതാപിതാക്കളുടെ കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീണ ചുടുകണ്ണീരിനെ സാക്ഷിയാക്കി ഞങ്ങൾ ആരംഭിക്കുന്നു